Find the foci, vertices, end and the ends of minor axis of the ellipse. Ellipse equation 288x square minus 168xy plus 337y square minus 3600 minus 3600 equal to 0. ഇത് എലിപ്സ് ആണെന്ന് അവർ ആദ്യമേ സമ്മതിച്ച് തന്നു. ഇത് എലിപ്സ് ആണെന്ന് അവർ സമ്മതിച്ച് തന്നു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇയാളുടെ ഫോക്കൈ, വെർട്ടെക്സ്, മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്സ്. ഇത്ര കണ്ടുപിടിച്ചാൽ മതി. ശരി, അപ്പൊ നമുക്ക് ആദ്യമേ കാര്യത്തിലേക്ക് കിടക്കാം. എ വാല്യൂ എന്ന് പറയുന്നത് 288 ആണ്. ബി വാല്യൂ എന്ന് പറയുന്നത് -168 ആണ്. സി വാല്യൂ എന്ന് പറയുന്നത് 337. cot 2 theta equal to a minus c by b. That is equal to 288 minus 337 divided by minus 168. 288 minus 337 will be minus 49 divided by minus 168. That will be 49 by 168. 49 by 168. 168 എന്ന് പറയുമ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ആണോ? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 7 വെട്ടിപ്പോയിട്ട് മുകളില് 7ഉം താഴെ 24ഉം വരും. 7 by 24. cot 2 theta equal to 7 by 24. Done. അപ്പോ cot 2 theta എന്ന് പറയുന്നത് that is adjacent side by opposite side ആണ്. adjacent side by opposite side ആണ്. നമുക്ക് adjacent side എന്ന് പറയുന്നത് 7ഉം opposite side എന്ന് പറയുന്നത് 24ഉം കിട്ടി. 24ഉം കിട്ടി. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് √7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ. ഇത് നേരത്തെ ചെയ്തിട്ടുള്ള സിമിലർ സാധനമാണ്. 625 എന്ന് കിട്ടും, 25 എന്ന് കിട്ടും. ഹൈപ്പോട്ന്യൂസ് 25 ആണ്. Therefore, cos 2 theta equal to adjacent side by hypotenuse. Adjacent side by hypotenuse, that is equal to 7 by 25. cos 2 theta ഫോർമുല നമുക്കറിയാം. cos 2 theta is equal to 1 minus 2 sin square theta, also 2 cos square theta minus 1. ഇതാണ് ഇവരുടെ രണ്ടുപേരുടെ ഫോർമുല. അപ്പൊ ഇവിടെ നിന്ന് 2 sin square theta is equal to 1 minus cos 2 theta. Therefore, this is equal to 1 minus 7 by 25. That is equal to 18 by 25. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ sin square theta equal to 9 by 25. Therefore, sin theta equal to 3 by 5. 3 by 5. റൂട്ട് എടുക്കുമ്പോൾ 3 by 5 ആവും. നെഗറ്റീവ് വാല്യൂ സ്വീകരിക്കില്ല. അടുത്ത ഈ ഫോർമുലയിൽ നിന്ന് 2 cos square theta equal to 1 plus cos 2 theta. This is equal to 1 plus 7 by 25. That is equal to 32 by 25. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ cos square theta equal to 16 by 25. റൂട്ട് എടുക്കുമ്പോൾ cos theta equal to 4 by 5. കഴിഞ്ഞു. അപ്പൊ നമ്മൾ സ്ഥിരം ചെയ്യുന്ന വാല്യൂസ് ആണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല. ഈ 7ഉം 25ഉം 24ഉം ഒക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണ്. വാല്യൂ പോലും മാറി വന്നിട്ട് കാര്യം. അപ്പൊ സൈനിന്റെ വാല്യൂവും കോസിന്റെ വാല്യൂവും കിട്ടി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫോർമുലയിലേക്ക് പോവാം. ഫോർമുല എക്സ് is equal to x dash cos theta minus y dash sin theta. Y is equal to x dash sin theta plus y dash cos theta. Therefore, x is equal to cos theta എന്ന് പറയുന്നത്
4/5 ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് 3/5 ആണ്. അപ്പോ 3x' minus 4y' by 5. Y is equal to 4x' plus 3y' by 5. എക്സും വൈ കിട്ടി. ഇനി ഇതിനെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. Therefore നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 288 into x സ്ക്വയർ ആണ്. അപ്പോൾ 3x' plus 3x' minus 4y' the whole square by 5 square. 5 square 25. 5 square 25. Minus 168 into x' into y'. Divided by 5 രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ divided by 25 ആവും. ബാക്കി 3x' minus 4y' into 4x' plus 3y'. Next plus 337 into y' സ്ക്വയർ ആണ്. സോറി y സ്ക്വയർ ആണ്. y സ്ക്വയർ എന്ന് പറയുമ്പോൾ by 25 ഉള്ളോട്ട് by 5 ഉള്ളോട്ട് 5 സ്ക്വയർ 25 വരും. 4x' plus 3y' the whole square. Finally 3600 equal to 0. Done. ഇനി നമുക്ക് എക്സ്പാൻഷൻ ചെയ്യണം. 288/25. 3x' square is 9x' square minus 2 into 3 into 4 minus 12 അല്ല, സോറി 24 ആണ്. 3 into 4 3 into 4 എന്ന് പറയുന്നത് ഇതാണല്ലോ. 3 into 4 12 ആണല്ലോ. 12 into 2 എന്ന് പറയുമ്പോൾ 24 കിട്ടും. minus 24 into x' y'. ഇനി 4x' സ്ക്വയർ 16y' സ്ക്വയർ. 16y' സ്ക്വയർ minus 168/25 into 3x' into 4x' is 12x' square. ഇനി 3x' into 3y' 9x' minus 4y' into 4y' is equal to minus 16x' 9 minus 16 എന്ന് പറയുമ്പോൾ minus 7 ആണ് വരുന്നത്. minus 7. Therefore it will be equal to minus 7x' minus 4y' plus 3y' is minus 12y' square plus 337/25. 337/25 into ഇതിന്റെ സ്ക്വയർ 4x' സ്ക്വയർ 16x' സ്ക്വയർ. 16x' square. 2 into 4 into 3. 24x' y'. 3y' square is 9y' squared. Minus 3600 equal to 0. കഴിഞ്ഞു. ഇനി കോഎഫിഷ്യൻസ് ആണ്. കോഎഫിഷ്യൻസ് ആദ്യം നമുക്ക് x' സ്ക്വയർഡിന്റെ കോഎഫിഷ്യൻസ് എടുക്കാം. x' സ്ക്വയർഡിന്റെ കോഎഫിഷ്യൻസ് 288 into 9/25. 288 into 9/25. അത് അവിടെ കിടക്കട്ടെ. by 25 അവിടെ കിടക്കട്ടെ. അവസാനം കൊടുക്കാം. 168 minus 168 into 12/25. minus 168 into 12/25. അടുത്തതായി ഇവിടെ കിടക്കുന്നു 337 plus 337 into 16/25 into 16/25. അപ്പൊ ഞാൻ ഈ by 25 പുറത്തേക്ക് ഇടുക. by 25 പുറത്തേക്ക്. Now x' y' ആണ്. x' y' by 25 ഞാൻ വെളിയിൽ തന്നെ ഇട്ടു. 288 into minus 24. minus 288 into 24. minus 288 into 24. ഇവിടെ minus 168 into minus 7 plus ആകും 168 into 7. 168 into 7. അടുത്ത 337 into 24. 337 into 24. കഴിഞ്ഞു. x' y' കഴിഞ്ഞു. ഇനി y' സ്ക്വയർഡ് ആണ്.
വൈ ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 25. 25 എല്ലായിടത്തും ഉണ്ട്, ബൈ 25 എല്ലായിടത്തും ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് വെളിയിലെടുത്തതാണ്. 288 ഇൻറ്റു 16, 288 ഇൻറ്റു 16. അടുത്ത -168 ഇൻറ്റു -12 പ്ലസ് ആകും. 168 ഇൻറ്റു 12, 168 ഇൻറ്റു 12 പ്ലസ് 337 ഇൻറ്റു 9 ഇൻറ്റു 9 മൈനസ് 3600 ഈക്വൽ ടു 0. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാൽക്കുലേഷൻസ് നടത്തണം. അവിടെ 288 ഇൻറ്റു 9 വരുന്നുണ്ട്. അതൊരു എക്സ് ഡാഷ് ജസ്റ്റ് അണ്ടു ചെയ്യാൻ. ഓക്കെ, അപ്പോ എന്താണ് 288 ഇൻറ്റു 9 പ്ലസ് 337 ഇൻറ്റു 16, 337 ഇൻറ്റു 16 മൈനസ് 168 ഇൻറ്റു 12 5968. നമ്മുടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. കാൽക്കുലേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കാൽക്കുലേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, കോസ് തീറ്റയ്ക്ക് പകരം ഞാൻ സൈൻ തീറ്റയാണ് കൊടുത്തത്. കോസ് തീറ്റയ്ക്ക് പകരം ഞാൻ സൈൻ തീറ്റ കൊടുത്തു. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അതായത് 4x ഡാഷ് മൈനസ് 3y ഡാഷ് ആണ്. 4x ഡാഷ് മൈനസ് 3y ഡാഷ് ആണ്. ഓക്കെ, കാൽക്കുലേഷനിൽ വലിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നേ വന്നതുകൊണ്ട് ബാക്കിയെല്ലാം തെറ്റായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഒരു 4x ഡാഷ് മൈനസ് 3y ഡാഷ് ബൈ 5, അടുത്ത 3x ഡാഷ് പ്ലസ് 4y ഡാഷ് ബൈ 5. അതുകൊണ്ട് നമുക്ക് അവിടെ താഴോട്ടുള്ളത് ഏകദേശം എല്ലാം തെറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ടേം കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇവിടെ പ്രശ്നമാണ്. ഓക്കെ, ഇവിടെ 4x ഡാഷ് മൈനസ് 3y ഡാഷ്, ഇവിടെ 3x ഡാഷ് പ്ലസ് 4y ഡാഷ്. ഇവിടെയും തെറ്റിയിട്ടുണ്ട്. അവസാനത്തെ ടേം ഇവിടെയും തെറ്റിയിട്ടുണ്ട്. അത് റെഡിയാക്കണം. ഇവിടെ 4x ഡാഷ് സ്ക്വയർ 16x ഡാഷ് സ്ക്വയർ, 16x ഡാഷ് സ്ക്വയർ. ഇവിടെ വരുമ്പോ -12x, 12 അല്ല 24 ആണ്. 12 അല്ല 24 ആണ്. -24x ഡാഷ് y ഡാഷ് പ്ലസ് 9y ഡാഷ് സ്ക്വയർ. ഇനി 9x ഡാഷ് സ്ക്വയർ പ്ലസ് 24x ഡാഷ് y ഡാഷ് പ്ലസ് 16y ഡാഷ് സ്ക്വയർ കഴിഞ്ഞു. ഇനി ഇവിടെ മുഴുവനും മാറ്റേണ്ടി വരും. ഇതിന് മാറ്റമില്ല. ഇയാളെ ഇല്ല, ഇതിന് മാറ്റം വരും. എല്ലാവർക്കും മാറ്റം വരും. ശരി, അപ്പോ നമ്മൾ നോക്കുമ്പോ 288 ഇൻറ്റു 16, 288 ഇൻറ്റു 16. ഇവിടെ -168 ഇൻറ്റു 12, -168 ഇൻറ്റു 12. ഇവിടെ 337 ഇൻറ്റു 9, 337 ഇൻറ്റു 9. ഇനി അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ -288 ഇൻറ്റു 24, -288 ഇൻറ്റു 24 പ്ലസ് 168 ഇൻറ്റു 7, പ്ലസ് 168 ഇൻറ്റു 7. ഇവിടെ 337 ഇൻറ്റു 24, 337 ഇൻറ്റു 24, 337 ഇൻറ്റു 24. എങ്കിലും പ്രശ്നമാണ്.
എങ്കിലും ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട്. 9 - 16. എങ്കിലും ഒരു കുഴപ്പം കാണുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ടേം ക്യാൻസൽ ആയി പോകുമെന്ന് തോന്നുന്നില്ല. ഈ ടേം ക്യാൻസൽ ആയി പോകുമെന്ന് തോന്നുന്നില്ല. ഈ ടേം അങ്ങനെ തന്നെ നിൽക്കാനാണ് സാധ്യത. ഈ ടേം അങ്ങനെ തന്നെ നിൽക്കാനാണ് സാധ്യത. ഈ ടേം ക്യാൻസൽ ആയി പോകണം, അത് നമ്മുടെ ആവശ്യമാണ്. ഇത് ക്യാൻസൽ ആയി പോകാൻ സാധ്യത കാണുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം. നമുക്ക് ആദ്യം തെറ്റുപറ്റിയത് കോസ് തീറ്റയുടെ സൈൻ തീറ്റയുടെ വാല്യൂ കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതാണ് ഒന്നാമത്തെ തെറ്റ്. വേറെ തെറ്റുകളൊന്നും വന്നിട്ടില്ല. ഇവിടെ വാല്യൂ ഞാൻ തിരിച്ചു കൊടുത്തു. ഇവിടെ എക്സ് ഡാഷ് വൈ ഡാഷ് ആണല്ലോ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് വൈ ഡാഷ് എക്സ് ഡാഷ് എന്ന് കൊടുത്തു. ഓ ഇല്ല ഇല്ല ഇല്ല, സോറി, വീണ്ടും കുഴപ്പം തന്നെ. ഇവിടെയും മാറ്റം വരും കേട്ടോ, ഇവിടെയും മാറ്റം വരും. 4x dash minus 3y dash into 3x dash plus 4y dash. 3x dash plus 4y dash. ഇനി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 4 into 3 12x dash square, 12x dash square, 4 into 4 16 minus 9x dash y dash. 16 minus 9 is plus 7x dash y dash, plus 7x dash y dash. അടുത്ത 3 into 4 minus 12y dash square, minus 12y dash square. ഓക്കെ, ഇപ്പൊ തെറ്റ് മനസ്സിലായി. ഡൺ. അപ്പൊ ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ 288 into 16 minus 168 into 12 plus 337 into 9. 337 into 9. 337 into 9. നെക്സ്റ്റ് എക്സ് ഡാഷ് വൈ ഡാഷിൻ്റെത് minus 288 into 24 minus 168 into 7 plus 337 into 24. ഇപ്പൊ കുഴപ്പമില്ല, ക്യാൻസൽ ആയി പോവും. നെക്സ്റ്റ് വൈ ഡാഷ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 288 into 9, 288 into 9 plus 168 into 12 plus 337 into 16. 337 into 16. സോ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോവാം. 288 into 16, 337 into 9 minus 168 into 12. That will be 5625 by 25 x dash squared. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. 337 into 24 minus 288 into 24 minus 168 into 7. That will be 0. ഇത് 0 ആവും, അപ്പൊ 0 ഞാൻ എഴുതുന്നില്ല. അല്ലെങ്കിൽ 0 എക്സ് ഡാഷ് വൈ ഡാഷ് പ്ലസ് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. 288 into 9 plus 288 into 9
288 into 9 plus 168 into 12 plus 337 into 16. That will be 10,000. 10,000 by 25 y dash square minus 3600 equal to 0. 5625 divided by 25 is 225. 225 x dash squared plus 10,000 divided by 25 is 400 y dash squared equal to 3600. ഇനി 3600 മുഴുവനായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3600 മുഴുവനായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 225 x dash squared divided by 3600 plus 400 y dash squared divided by 3600 equal to 1. 3600 divided by 225 is 16. There is 16 varanam. X dash square divided by 16 plus y dash squared divided by 9 equal to 1. ഇതാണ് എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തത്. എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തത് ഇങ്ങനെ. നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. കാൽക്കുലേഷൻസിൽ ഇങ്ങനെ മിസ്റ്റേക്സ് വരാം. മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യും. ഇതിവിടെ ഇപ്പൊ നമുക്ക് ഇതൊരു 15 മിനിറ്റിനുള്ളിൽ തീർക്കേണ്ട അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ തീർക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് നമ്മളിങ്ങനെ സമയം വലിച്ചു നീട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. അപ്പൊ മിസ്റ്റേക്സ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ എനിക്ക് എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയതാണ് മിസ്റ്റേക്കായി വന്നത്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ആയി പോവാതെ ഇരിക്കും. എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ആയി പോവാതിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഡൺ. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് എത്തി. എക്സ് വാല്യൂ ആണ്, എക്സ് വാല്യൂവിന്റെ താഴെയാണ് വലുത് കിടക്കുന്നത്. അപ്പൊ അതാണ് എ വാല്യൂ 4. ബി എന്ന് പറയുന്നത് 3. റഫ് ഫിഗർ ഞാൻ ചുമ്മാ വരയ്ക്കുകയാണ്. മേജർ ആക്സിസ് എക്സ് ഡാഷ് ആക്സിസ് ആണ്. മേജർ ആക്സിസ് എക്സ് ഡാഷ് ആക്സിസ് ആണ്. മൈനർ ആക്സിസ് വൈ ഡാഷ് ആക്സിസ് ആണ്. അവിടെ എന്താണ് ഈ ഒരു വാല്യൂ അതാണ് എ വാല്യൂ 4 ആണ്. അപ്പൊ 4,0 മൈനസ് 4,0 വെർട്ടെക്സ് എന്ന് പറയുന്നത്, വെർട്ടിസസ് എന്ന് പറയുന്നത് 4,0 മൈനസ് 4,0. ഇനി മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് 3 ഡിസ്റ്റൻസ് 0,3 0,-3. 0,-3. മേജർ അല്ല, മൈനർ ആക്സിസ്. എൻഡ് ഓഫ് മൈനർ ആക്സിസ് അത് 0,3 0,-3. ഇനി നമുക്ക് ഫോക്കസ് ഉണ്ട്. ഫോക്കസ് C is equal to root of a square minus b square ആണ്. That is equal to root of a square 16 minus b square 9. That is root 7. Root 7 ആണ് C വാല്യൂ. അപ്പൊ C വാല്യൂ ഇതായിരിക്കുന്നു. C വാല്യൂ root 7,0 root 7,0 minus root 7,0 ഫോക്കൈ root 7,0 മൈനസ് റൂട്ട് 7,0. ഇതാണ് ഫോക്കൈ. ഇനി നമുക്ക് ഇയാളെ കൺവേർട്ട് ചെയ്യണം. എക്സ് is equal to 4x dash minus 3y dash by 5 and y is equal to 3x dash plus 4y dash by 5. ഇതാണ് എക്സിന്റെ വൈന്റെ വാല്യൂ. അത് രണ്ടുമാണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നു. ആദ്യം നമുക്ക് ഫോക്കൈ കൊടുക്കാം. ഫോക്കൈ root 7/0 മൈനസ് root 7/0 ആണ്. മൈനസ് root 7/0 എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റിൽ. അപ്പൊ അയാൾ എടുത്ത് ഇവിടെ കൊടുക്കുമ്പോ x is equal to
4 into root 7 minus 3 into 0. 4 into root 7 minus 3 into 0 by 5. ഇനി y കൊടുക്കുമ്പോ 3 into root 7 plus 4 into 0 by 5. അപ്പൊ ഒരു ഫോക്കൈ കിട്ടി 4 root 7 by 5, 3 root 7 by 5. 3 root 7 by 5. രണ്ടാമത്തെ ഫോക്കൈ കൊടുക്കുന്നു. രണ്ടാമത്തെ ഫോക്കൈ കൊടുക്കുമ്പോ മൈനസ് ആണ്. 4 into minus root 7 by 5 minus 4 root 7 by 5. ഇനി അടുത്ത ഇവിടെ കൊടുക്കുമ്പോൾ 3 into minus root 7 by 5 plus 4 into 0. അപ്പൊ y is equal to minus 3 root 7 by 5. അപ്പൊ നമ്മുടെ രണ്ട് ഫോക്കയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ രണ്ട് ഫോക്കൈ നമുക്ക് കിട്ടി. ഇവരാണ് നമ്മുടെ രണ്ട് ഫോക്കൈകൾ. 4 root 7 by 5, 3 root 7 by 5, minus 4 root 7 by 5, minus 3 root 7 by 5. ഇനി വേർട്ടിസസ് എന്ന് പറയുന്നത് 4,0 minus 4,0. അപ്പൊ ആദ്യത്തത് കൊടുക്കുമ്പോൾ എക്സ് വാല്യൂ 4 into 4 16 minus 3 into 0 16 by 5. y is equal to 3 into 4 12 by 5. Therefore 16 by 5 12 by 5. അടുത്ത മൈനസ് 4 കൊടുക്കുമ്പോൾ 4 into minus 4 minus 16 by 5. അടുത്ത ആളെ കൊടുക്കുമ്പോൾ 3 into minus 4, that will be minus 12 by 5. Therefore this is equal to minus 16 by 5 minus 12 by 5. അടുത്ത മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്, എൻഡ് ഓഫ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് 0,3 0, minus 3 0,3 0, minus 3. അപ്പൊ എക്സ് വാല്യൂ ആദ്യത്തത് കൊടുക്കുമ്പോ 4 into 0 minus 3 into 3 minus 9 by 5. അടുത്ത y നോക്കുമ്പോ 3 into 0 plus 4 into 3 12 by 5. അടുത്ത 0, minus 3 നോക്കുമ്പോ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കോർഡിനേറ്റ് കിട്ടി minus 9 by 5 12 by 5. അടുത്ത 0, minus 3 കൊടുക്കുമ്പോൾ 4 into 0 minus 3 9 by 5. y എന്ന് പറയുമ്പോൾ 3 into 0 plus 4 into minus 3 minus 12 by 5. Therefore 9 by 5, minus 12 by 5. എല്ലാം കിട്ടി. ഫോക്കൈ കിട്ടി, വെർട്ടെക്സ് കിട്ടി, മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് കിട്ടി. മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് കിട്ടി, കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഓക്കെ അല്ലേ? അത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ കാൽക്കുലേഷൻസ് അറിയണമെന്ന് മാത്രം. സോ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുക എന്താണ് ഇവിടെ നടന്നതെന്നുള്ളത്. നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് cot 2 theta. cot 2 theta കണ്ടുപിടിക്കുന്നു. cot 2 theta കണ്ടുപിടിച്ചപ്പോൾ പഴയ പോലെയല്ല, നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടില്ല. നമുക്കൊരു എന്താണ് സാധാരണ കിട്ടുന്ന പോലെ കോട്ടിന്റെ ടേബിളിലുള്ള വാല്യൂ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകേണ്ട മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. cos 2 theta കണ്ടുപിടിച്ച് cos 2 theta ഫോർമുല വെച്ചിട്ട് ബാക്കി പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. യാതൊരുവിധ മാറ്റമോ ഒരു ചേഞ്ചോ ഇല്ല. നിങ്ങൾക്ക് ആ വാല്യൂസ് തന്നെ വീണ്ടും ഉപയോഗിച്ച് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് സ്ഥിരം വാല്യൂ sin തീറ്റ ഈക്വൽ ടു 3/5 cos തീറ്റ ഈക്വൽ ടു 4/5. നമുക്കൊരു തെറ്റ് വന്നത് sin തീറ്റയുടെയും cos തീറ്റയുടെയും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അത് തെറ്റ് വരാം. തെറ്റ് വരുന്നത് ഒഴിവാക്കാൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ചെയ്തു, സോൾവ് ചെയ്തു. എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ഔട്ട് ആയി പോണം. അതാണ് നമ്മുടെ ആവശ്യം. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. അങ്ങനെ എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ഔട്ട് ചെയ്ത് കളഞ്ഞു. എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ഔട്ട് ചെയ്ത് കളഞ്ഞു.
അപ്പോഴേക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടി. സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ നിന്ന് വെർട്ടെക്സ് എൻഡ് മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ഫോക്കൈ എല്ലാം കണ്ടുപിടിച്ചു. എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റിൽ അത് എക്സ് വൈ കോർഡിനേറ്റിലേക്ക് മാറ്റി. എക്സ് വൈ കോർഡിനേറ്റിലേക്ക് മാറ്റി ജോലി കഴിഞ്ഞു.